ഹായ്, ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നൂലപ്പം പിഴിഞ്ഞെടുക്കാം. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഏത് ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ പാല് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് 1-ാം പാൽ, അതായത് കുറുകിയ തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾ കയ്യിൽ തന്നെ ഒരു 2-3 വലിയ പിടി തേങ്ങ എടുത്ത് മിക്സിയിലിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 2-ാം പാലിൻ്റെ പരുവത്തിൽ കിട്ടും. അത് മതി. പിന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് പാലൊഴിച്ച് നമുക്ക് ഈ ചോറ് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും ആ ചോറിൻ്റെ തരി ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. അപ്പോൾ ഇത് ചോറ് ഞാൻ ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടി ഇടാം. നമ്മൾ ഇടിയപ്പത്തിന് യൂസ് ചെയ്യുന്ന വറുത്ത നേർമയായിട്ട് തരിയില്ലാണ്ട് പൊടിച്ച അരിപ്പൊടിയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച ചോറും ചേർക്കാം. എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ഒത്തിരി ലൂസായി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും പല ടൈപ്പ് അരിപ്പൊടി ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കിയതോ പാക്കറ്റിൽ വാങ്ങിയതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഈ ആവശ്യം വരുന്ന പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ലൂസായി പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1 സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1 സ്പൂൺ എണ്ണയും ഒഴിക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഈ മാവ് നല്ലോണം വറ്റിച്ച് കട്ടിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഈ ഈർപ്പം എല്ലാം വറ്റി നല്ല കട്ടിയായിട്ട് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് തീ കൂട്ടി ഇടാതിരിക്കാനും ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം. നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഈ മാവ് ഇങ്ങനെ നല്ലോണം വേവിച്ചല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മാവ് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഈർപ്പം എല്ലാം വറ്റി. ഇപ്പോൾ ഇത് സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ അത് തണുത്ത് കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും. പക്ഷെ നമ്മൾ വേവിച്ചെടുത്തതായതുകൊണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആണെങ്കിൽ പോലും പിഴിഞ്ഞെടുക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടത്തില്ല. പിന്നെ ഈ മാവിൻ്റെ പരുവം നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ഇപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ കട്ടിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടും അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ ഒരല്പം കൂടി അരിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ച് എടുത്താൽ മതി. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ പരുവം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിനകത്ത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ചെറിയ ചൂടോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ കൈവച്ചോ സ്പൂൺ വെച്ചോ ഇതുപോലെ നല്ലതായിട്ടങ്ങ് കുഴച്ചെടുക്കണം. ഇനിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. സേവനാഴിയിൽ ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ട് മാവ് നിറച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ലോണം എണ്ണയൊന്ന് തേച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ വെക്കാം. തേങ്ങ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് കുറച്ച് നേരം വെക്കണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകിട്ട് വരെയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ തേങ്ങ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലപ്പോൾ വൈകിട്ട് വരെയൊക്കെ വെക്കുമ്പം ഈ തേങ്ങ കനച്ച ഒരു ചുവ വരും. അപ്പോൾ ഇത് നമുക്കിനി പിഴിഞ്ഞെടുക്കാം. വളരെ ഈസി ആയിട്ട് പിഴിയാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണ ഇടിയപ്പം പിഴിയുന്നത് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് പക്ഷേ ഒട്ടും നമുക്ക് ശക്തി കൊടുക്കാതെ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അത്രത്തോളം ഈസിയാണ്. മാവ് നല്ല സോഫ്റ്റാണ്, പക്ഷെ നമ്മൾ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ അത് തമ്മിൽ ഒട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം പിഴിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ നല്ലോണം വേവിച്ചെടുത്ത മാവല്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇടിയപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് ഇവിടെ വേവിച്ചെടുത്തു. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ചൂടങ്ങ് മാറാനായിട്ട്.
അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നില്ലേ? പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആണ്. രാവിലെ നമ്മൾ ഉണ്ടാക്കി വൈകുന്നേരം വരെ വെച്ചാലും അത് അതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടി വെച്ച് ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് കറിയൊന്നും ഇല്ലാണ്ട് പോലും നമുക്ക് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഈസിയാണ്. മാവുണ്ടാക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്നേക്കാളും ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കും, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.